കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചയാൾ മരിച്ച സംഭവത്തിൽ പോലീസിന്റെ വാദങ്ങൾ പൊളിയുന്നു. സിയാദിനെ ജീപ്പിൽ വെച്ച് പോലീസ് മർദ്ദിച്ചത് സ്ഥിരീകരിച്ച് പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ രംഗത്ത് വന്നു. പോലീസ് മർദ്ദിച്ചതായി സിയാദ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സിയാദിന്റെ മരണം കൊല്ലം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. കുണ്ടറയിലെ സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മർദ്ദിച്ചിട്ടില്ല എന്നായിരുന്നു കുണ്ടറ പോലീസിന്റെ വാദം. എന്നാൽ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. ആരോപണ വിധേയനായ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ CPO ശ്രീജിത്ത് സിയാദിനെ ജീപ്പിൽ വെച്ച് മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞു. സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിലുണ്ടായിരുന്നു. അടികൊണ്ട് സിയാദ് വേദന കൊണ്ട് കരഞ്ഞുവെന്നും പെൺകുട്ടി പറഞ്ഞു. ആദ്യത്തെ ഒരു അടിയിൽ തന്നെ സിയാദ് ഉമ്മാന്ന് വിളിച്ച് ഒരുപാട് അടി അടിച്ചിട്ടുണ്ട്. സിയാദ് ബാക്ക് സീറ്റിൽ, സാറ് ഫ്രണ്ട് സീറ്റിലും ആയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന അടി കൈ കൊണ്ടുള്ള ഇതുള്ളൂ. ശ്രീജിത്ത് സാറ്. SI അതുലിന്റെ നിർദ്ദേശപ്രകാരമാണ് സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടിയെ ഒപ്പം കൊണ്ടുപോയത്. പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഒപ്പമുണ്ടായിരുന്നില്ല. അതേസമയം കുണ്ടറ പോലീസിനെതിരെ സിയാദിന്റെ മാതാപിതാക്കൾ രംഗത്തെത്തി. പിന്നെ പോലീസ് ആള് മാറി ഇടിച്ചെന്നു പറഞ്ഞു. വേറൊന്നും പറഞ്ഞു. വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇടിച്ചതിന് ശേഷം മോനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. പോലീസുകാർ ഇടിച്ച് അവനെ ഇല്ലാതാക്കിയതാ. അല്ലാതെ എന്റെ മോനിക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു. ഒരു വകയില്ലായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് C ആണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനമെന്നാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിൽ മർദ്ദനമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അദ്ദേഹത്തിന് ഹെപ്പറ്റൈറ്റിസ് C വന്നതാണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DGPയോട് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിയാദിന്റെ കുടുംബം. മീഡിയ 1 കൊല്ലം.